ഹലോ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് മൊഡ്യൂൾ 6-ലെ എയർപോർട്ട് മാർക്കിങ്സ് എന്ന പോർഷനാണ്. ഓക്കെ, നിങ്ങളുടെ സിലബസിൽ ആ ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, എയർപോർട്ട് മാർക്കിങ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം എന്താണ് വിഷ്വൽ എയ്ഡ്സ്, അല്ലെങ്കിൽ വിഷ്വലി നമ്മളെ ഹെൽപ്ഫുൾ ആക്കുന്ന ഡിഫറെൻറ്റ് വേസ് എന്തൊക്കെയാണ് ഇൻ ആൻ എയർപോർട്ട്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന വിഷ്വൽ എയ്ഡ്സ് അല്ലെങ്കിൽ ലാൻഡ് മാർക്സിൻ്റെ മെയിൻ അതിൻ്റെ ഉപകാരം കിട്ടുന്നത് ഈ പറയുന്ന പൈലറ്റ്സിനാണ് അല്ലേ. അവർക്കാണ് ഓക്കെ എന്താണ് റൺവേ എത്താറായി, അവർ ലാൻഡ് ചെയ്യണം എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു എയർക്രാഫ്റ്റിന് സ്മൂത്ത് ഓപ്പറേഷന് പ്രോപ്പർ ആയിട്ടുള്ള ലാൻഡ് മാർക്കിങ്സ് വേണം. ഓക്കെ, ഇത് ബോത്ത് ഗുഡ് ആൻഡ് ബാഡ് വെതറിലും അതേപോലെ ഡേ ആൻഡ് നൈറ്റ് ടൈമിലും ഹെൽപ്ഫുൾ ആണ്. പിന്നെ ഒരു കൺവെൻഷണൽ എയർക്രാഫ്റ്റ് ഒക്കെ വരുന്ന ഒരു സാധാ ഒരു റൺവേ നല്ലൊരു ഹൈറ്റിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ലോങ് നാരോ സ്ട്രിപ്പ് ഓഫ് ലാൻഡ് ആയിരിക്കും, ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള എന്തോ ഒരു നാരോ സ്ട്രിപ്പ് ഓഫ് ലാൻഡ് ആയിട്ടായിരിക്കും ദൂരെ നിന്ന് നല്ലൊരു ഹൈറ്റിൽ നിന്ന് നോക്കുന്ന ഒരു പൈലറ്റിന് ഫീൽ ചെയ്യുക. അപ്പം ആൾക്ക് കറക്റ്റ് ഇത് റൺവേ ആണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിൽ പ്രോപ്പർ മാർക്കിങ്സ് ഒക്കെ കൊടുക്കണം. ഓക്കെ, ഡേ ടൈം ആണെങ്കിലും ആൾക്ക് പെട്ടെന്ന് മനസ്സിലാകണമെങ്കിൽ അതിൽ കറക്റ്റ് മാർക്കിങ്സ്. ഓക്കെ, ഈ ഒരു പോയിന്റ് കഴിഞ്ഞാൽ ഞാൻ എയർക്രാഫ്റ്റ് റൺവേയിൽ ടച്ച് ചെയ്യണം, അങ്ങനത്തെ പല പല ഡിസിഷൻസ് ആൾ എടുക്കുന്നത് ഈ പറയുന്ന മാർക്കിങ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, എന്നാൽ മാത്രമേ മറ്റ് ഏരിയാസിൽ നിന്ന് നമ്മുടെ എയർപോർട്ടിനെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്ത് മാറ്റാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഈ മാർക്കിങ്സ് ഉള്ളതൊക്കെയാണ് എയർപോർട്ടിന്റെ പോർഷൻ ആണ് എന്നുള്ളത് നല്ലൊരു ഹൈറ്റിൽ നിൽക്കുന്ന ഒരാൾക്ക് അത് മനസ്സിലാകണമെങ്കിൽ ഈ പറയുന്ന മാർക്കിങ്സ് പ്രോപ്പർ ആയിരിക്കണം. ഓക്കെ, ഇനിയും എന്താണ് വിഷ്വൽ എയ്ഡ്സിന്റെ അതിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിന്റെ യൂസസ് എന്താണെന്ന് നോക്കാം. ഒന്ന്, ലാൻഡിങ് എയർക്രാഫ്റ്റിന്റെ സമയത്ത് എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ആക്സിഡൻസ് അവോയ്ഡ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ്. പിന്നെ ആ പൈലറ്റിന് ഗ്രൗണ്ട് ഇൻഫോർമേഷൻസോ അല്ലെങ്കിൽ എയർ ഇൻഫോർമേഷൻസോ അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേ ചെയ്യുന്നത് ത്രൂ ഈ പറയുന്ന മാർക്കിങ്സിലൂടെ ആയിരിക്കും. പിന്നെ പറഞ്ഞിരിക്കുന്നത് കറക്റ്റായിട്ട് ലാൻഡിങ് ചെയ്യാൻ നേരത്ത് ആൾക്ക് ഓക്കെ ഇത് ഞാൻ ഇവിടെ ടച്ച് ചെയ്യാം, ടച്ച് ഡൗൺ പോയിന്റ് ആണ്, അല്ലെങ്കിൽ ഇപ്പൊ ടേക്ക് ഓഫ് ചെയ്യുന്ന ഒരു എയർക്രാഫ്റ്റ് ആണെങ്കിൽ ഓക്കെ എനിക്കിനിയിപ്പം എൻ്റെ എയർക്രാഫ്റ്റ് ലിഫ്റ്റ് ചെയ്യാം, ഇങ്ങനത്തെ പല ഡിസിഷൻസും ആളെടുക്കുന്നത് മാർക്കിങ്സ് നോക്കിയിട്ടായിരിക്കും. പിന്നെ പൈലറ്റിന് കുറച്ചും കൂടെ എനേബിൾ ചെയ്യും, എന്താണ് ഓക്കെ ഇതാണ് ഓരോ പർട്ടിക്കുലർ ഫീച്ചേഴ്സ്, ഇതാണ് അത് ഐഡന്റിഫൈ ചെയ്യാനും ലൊക്കേറ്റ് ചെയ്യാനും ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ പേഴ്സണൽസ് ആൻഡ് പ്രോപ്പർട്ടീസ് അവർക്ക് വേണ്ട സേഫ്റ്റി ഗ്രാൻഡ് ചെയ്യാൻ ഈ ഒരു വിഷ്വൽ എയ്ഡ്സിന് സാധ്യമാകുന്നുണ്ട്. പിന്നെ ഒരു ഓർഡർലി ഫ്ലോ ഓഫ് എയർക്രാഫ്റ്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ബൈ യൂസിങ് ഈ പറയുന്ന വിഷ്വൽ മാർക്കിങ്സ് അല്ലെങ്കിൽ ലൈറ്റിങ്സ് ത്രൂ. അതേപോലെ തന്നെ പ്രോപ്പറായിട്ട് ടേക്ക് ഓഫ് അല്ലെങ്കിൽ ടാക്സിങ് എന്ന് പറയുന്നത് മൂവ്മെന്റ് ഓഫ് എയർക്രാഫ്റ്റ് എന്നാണ്. ഇതെല്ലാം പ്രോപ്പറായിട്ട് നടക്കാൻ ഈ പറയുന്ന വിഷ്വൽ എയ്ഡ്സ് നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ദീസ് ആർ അവൈലബിൾ ഇൻ ഡിഫറെന്റ് ഫോംസ് ഓഫ് വിഷ്വൽ എയ്ഡ്സ്. ഓക്കെ, ഈ വിഷ്വൽ എയ്ഡ്സ് പല ഫോംസിൽ എയർപോർട്ടിൽ അല്ലെങ്കിൽ എയർഫീൽഡിൽ അവൈലബിൾ ആയിരിക്കും. ഒന്ന് എയർപോർട്ട് മാർക്കിങ്സ് ആയിട്ടും കാണും, പിന്നെ എയർപോർട്ട് ലൈറ്റിങ്സ് ആയിട്ടും. ഈ ലൈറ്റിങ്സിന്റെ ഉപകാരം നൈറ്റ് ടൈമിൽ അല്ലെങ്കിൽ ബാഡ് വെതർ ടൈമിലായിരിക്കും ഈ പറയുന്ന ലൈറ്റിങ്സിന്റെ ഒരു ഉപകാരം വരുന്നത്. കാര്യം ഡേ ടൈമിൽ നമുക്ക് അല്ലാതെ മാർക്കിങ്സ് കാണാമല്ലോ, മാർക്കിങ്സ് രാത്രി നമുക്ക് കാണാൻ പറ്റില്ലല്ലോ, അപ്പൊ നമുക്ക് അവിടെ പ്രോപ്പർ ആയിട്ടുള്ള കളറിന്റെ ലൈറ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും രാത്രി സമയങ്ങളിൽ കാണാൻ. ഓക്കെ, അത് നമുക്ക് അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ നമുക്ക് ഈ പറയുന്ന എയർപോർട്ട് ലൈറ്റിംഗ് പഠിക്കാം. ഇന്ന് നമുക്ക് എയർപോർട്ട് മാർക്കിങ്സ് എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഏതൊക്കെയാന്ന് നോക്കാം. ഓക്കെ, അപ്പം എയർപോർട്ട് മാർക്കിങ്സ് ആർ ഇൻഡിക്കേഷൻ മാർക്ഡ് വിത്ത് ലൈൻസ് ആൻഡ് നമ്പേഴ്സ് ഓൺ ദി റൺവേ ആൻഡ് ടാക്സി വേ. ഓക്കെ, റൺവേയിലും ടാക്സി വേയിലും കൊടുക്കുന്ന ലൈൻസ് ആയിട്ടും കൊടുക്കാറുണ്ട്, നമ്പേഴ്സ് ആയിട്ടും കൊടുക്കുന്ന മാർക്കിങ്സിനെയാണ് ആ ഒരു ഇൻഡിക്കേഷൻസിനെയാണ് നമ്മൾ എയർപോർട്ട് മാർക്കിങ്സ് എന്ന് പറയുന്നത്. ഇത് കൊടുക്കുന്നത് എന്തിനാണ്, ഈ പറയുന്ന പൈലറ്റിന് പ്രോപ്പർ ആയിട്ട് എയർക്രാഫ്റ്റിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, ഇതിന്റെ മെയിൻ ബെനിഫിറ്റ് കൂടുതലും കിട്ടുന്നത് പൈലറ്റ്സിനായിരിക്കും. അവർക്കാണ് കൂടുതലും എയർപോർട്ട് എലമെന്റ്സ് ഡേ ടൈമിലും നൈറ്റ് ടൈമിലും റെക്കഗ്നൈസ് ചെയ്യേണ്ടവര് അല്ലേ. അറ്റ് നൈറ്റ് ടൈംസിൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും പ്രോപ്പറായിട്ട്, അത് വെച്ചിട്ടായിരിക്കും പൈലറ്റ് ആ ഒരു എയർക്രാഫ്റ്റിനെ ലോഡ് ചെയ്യുന്നതും മൂവ്മെന്റ് ചെയ്യുന്നതൊക്കെ. ഓക്കെ, പിന്നെ പറഞ്ഞിരിക്കുന്നത് റൺവേയിൽ കൊടുക്കുന്ന മാർക്കിങ്സ് ഒക്കെ സാധാരണ വൈറ്റ് കളറിലായിരിക്കും, ബാക്കി ആപ്രോൺ മാർക്കിങ്സ് പിന്നെ ടാക്സി വേയിൽ കൊടുക്കുന്ന മാർക്കിങ്സ് ഒക്കെ യെല്ലോ കളറിലായിരിക്കും കൊടുക്കുന്നത്. ഇൻ അഡീഷൻ വിൻഡ് ഡയറക്ഷൻ ഇൻഡിക്കേറ്റർ, ഇതൊന്നും അല്ലാതെ മാർക്കിങ്സിനകത്ത് പിന്നെ വരുന്ന ഒരു ഐറ്റമാണ് വിൻഡ് ഡയറക്ഷൻ ഇൻഡിക്കേറ്റർ. വിൻഡിന്റെ ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്ററും കൂടെ നമ്മൾ ഈ പറയുന്ന എയർപോർട്ട് മാർക്കിങ്സിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇതെല്ലാം എല്ലാ എയർപോർട്ടിലും കാണുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ ഈ പറഞ്ഞതെല്ലാം. അപ്പം സാധാരണ നമ്മൾ കാണുന്ന എയർപോർട്ട് മാർക്കിങ്സ് നമുക്ക് പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ആപ്രോൺ മാർക്കിംഗ്, ലാൻഡിംഗ് ഡയറക്ഷൻ ഇൻഡിക്കേറ്റർ, റൺവേ മാർക്കിംഗ്, ഷോൾഡർ മാർക്കിംഗ്, ടാക്സി വേ മാർക്കിംഗ്, വിൻഡ് ഡയറക്ഷൻ മാർക്കിംഗ്. ഓക്കെ, വിൻഡ് ഡയറക്ഷൻ ഇൻഡിക്കേറ്റർ. അപ്പൊ അതിലെ ഫസ്റ്റ് വൺ ആപ്രോൺ മാർക്കിംഗ്. ആപ്രോൺസ് എന്ന് വെച്ചാൽ എന്താണ്,
നമ്മുടെ എയർക്രാഫ്റ്റ് കുറച്ച് നേരത്തേക്ക് പാർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്ന് ആൾക്കാരെ ഇറക്കാൻ വേണ്ടി ഇച്ചിരി ടെർമിനലിന് അടുത്തോട്ട് ചെല്ലാനൊക്കെ ആയിട്ട് ഉള്ള പോർഷനാണ് ആ ഒരു പാർക്കിംഗ് ഏരിയയിൽ അൺലോഡിങ് അല്ലെങ്കിൽ ലോഡിങ് ഓഫ് പാസഞ്ചേഴ്സ് ആൻഡ് കാർഗോസ് ഒക്കെ ചെയ്യുന്നത് ഈ പറയുന്ന ആപ്രോൺസിലാണ്. ഓക്കെ, നമ്മളത് പല ക്ലാസ്സസിലായിട്ട് നേരത്തെ പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പം ഈ ആപ്രോൺ മാർക്കിംഗ് എന്ന് പറയുമ്പം ആ പറയുന്ന ആപ്രോൺ എന്ന ഏരിയയിൽ കൊടുക്കുന്ന മാർക്കിംഗ് ആണ്. ഓക്കെ, സർട്ടൺ ഗൈഡ് ലൈൻസ് ആർ മാർക്ക്ഡ് ഓൺ ദി ആപ്രോൺ ടു ഹെൽപ്പ് ദി പൈലറ്റ്സ് ഇൻ മാനുവറിംഗ് ദി മോസ്റ്റ് ക്രിട്ടിക്കൽ എയർക്രാഫ്റ്റ്. ഓക്കെ, ആ ഒരു ആപ്രോൺ ഏരിയയിൽ വരാൻ ചാൻസുള്ള ഏറ്റവും വലിയ ഒരു എയർക്രാഫ്റ്റിനെ മൂവ്മെന്റിന് അതിന്റെ മൂവ്മെന്റ് എങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞ് ഗൈഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആപ്രോൺസിൽ ആപ്രോൺ മാർക്കിങ്സ് കൊടുക്കുന്നത്. ഓക്കെ, ദ ഗൈഡ് ലൈൻ ഇൻഡിക്കേറ്റ്സ് ദി പാത്ത് ഓഫ് ദി നോസ് ഗിയർ ഓഫ് ദി എയർക്രാഫ്റ്റ്. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഈ പറയുന്ന ആപ്രോൺസിൽ കൊടുക്കുന്ന ഗൈഡ് ലൈനിന് യെല്ലോ കളർ ആയിരിക്കും എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഈ യെല്ലോ കളർ നോക്കി ആ ഗൈഡ് ലൈൻ നോക്കിയിട്ടാണ് എയർക്രാഫ്റ്റ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എയർക്രാഫ്റ്റിന്റെ ഏറ്റവും ഫ്രണ്ടിലുള്ള ഒരു വീലിന് നമ്മൾ നോസ് ഗിയർ എന്നാ പറയുന്നത് പറഞ്ഞു അല്ലെ. അപ്പൊ നോസ് ഗിയറിന്റെ പാത്ത് പോകുന്നത് ഈ ഗൈഡ് ലൈനിന്റെ പാത്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ ത്രൂ ആയിരിക്കണം പോകേണ്ടത്. ഓക്കെ, യെല്ലോ കളറാണ് കൊടുക്കാറ്. പിന്നെ ആ പറയുന്ന ഒരു കളർ അല്ലെങ്കിൽ ആ ഒരു പെയിന്റ് ഫ്യൂവൽ റെസിസ്റ്റന്റ് ആയിരിക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ആപ്രോൺസിൽ മിക്കവാറും ഫ്യൂവൽ സ്പില്ലേജ് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉള്ളതാണ്. അപ്പം ഫ്യൂവൽ റെസിസ്റ്റന്റ് ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ട് യൂസ് ചെയ്തിട്ടുള്ളതായിരിക്കണം അവിടുത്തെ ആ യൂസ് ചെയ്യുന്ന പെയിന്റ് ഒക്കെ. പിന്നെ ഈ പറയുന്ന ഒരു മാർക്കിങ്ങിന്റെ പല യൂസസ് എന്ന് വെച്ചാൽ ഒന്ന് എവിടെയൊക്കെ വെച്ച് ടേൺ ചെയ്യണം, എയർക്രാഫ്റ്റ് എവിടെയാണ് ടേൺ ചെയ്യേണ്ടത്, ഏത് പർട്ടിക്കുലർ ലൊക്കേഷൻ വരുമ്പോൾ സ്റ്റോപ്പ് ചെയ്യണം, എവിടെയാണ് ലോഡിങ് ആൻഡ് അൺലോഡിങ് ചെയ്യേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഗൈഡ് ലൈൻ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അതിന്റെ ഒരു ഫിഗർ കാണിക്കാം. ഇതേ നോക്ക്, ഇതൊരു ആപ്രോൺ ഏരിയ ആണ്. ഈ ഒരു യെല്ലോ ലൈൻ കണ്ടില്ലേ, അതാണ് ആപ്രോണിന്റെ അവിടെ കൊടുത്തിരിക്കുന്ന ഗൈഡ് ലൈൻ. അപ്പം ഈ പറയുന്ന ഒരു എയർക്രാഫ്റ്റ് അതിന്റെ ആ ഒരു ഫ്രണ്ടിലത്തെ നോസ് ഗിയർ വരുന്നത് ഈ പറയുന്ന ആപ്രോൺ മാർക്കിംഗ് ത്രൂ കറക്റ്റ് ആയിട്ടായിരിക്കും വരുന്നത്. എവിടെയാണോ സ്റ്റോപ്പ് ചെയ്യേണ്ട മാർക്കിംഗ്, ഇപ്പോൾ ഇവിടെ സ്റ്റോപ്പ് എന്ന് കാണിച്ചിട്ടുണ്ട്, അപ്പോൾ അവിടെ അത് നിർത്തും. അവിടെ വെച്ച് ആൾക്കാർ ചിലപ്പോൾ ഇറങ്ങാനാണെങ്കിൽ ഇറക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഫ്യൂവലിംഗ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ ചെയ്യും, സർവീസിങ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇതിൽ കൊടുത്തിരിക്കുന്ന കറക്റ്റ് മാർക്കിങ്സ് വെച്ചിട്ടായിരിക്കും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് വൺ. ഏതാണ് ഇപ്പം ആപ്രോൺ മാർക്കിങ്സ് അല്ലേ. അടുത്തതാണ് ലാൻഡിങ് ഡയറക്ഷൻ ഇൻഡിക്കേറ്റർ. ഓക്കെ, അപ്പോൾ ഒരു ലാൻഡ് ചെയ്യാൻ വരുന്ന എയർക്രാഫ്റ്റ് അതിൽ ഉള്ളിൽ ഇരിക്കുന്ന ഒരു പൈലറ്റിന് ഓക്കെ ഇത് ഈ ഒരു എയർപോർട്ടിൽ ഈ ഒരു റൺവേയിൽ ഞാൻ എന്താണ് ലാൻഡ് ചെയ്യേണ്ട ഡയറക്ഷൻ ഇന്നതാണ് എന്ന ആൾക്ക് മനസ്സിലാകണമെങ്കിൽ അവിടെ ആ ഒരു എയർപോർട്ടിൽ അവിടുത്തെ റൺവേക്ക് അടുത്തായിട്ട് ഒരു ലാൻഡിങ് ഡയറക്ഷൻ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അത് കൊടുക്കുന്നത് ടു ഇൻഡിക്കേറ്റ് ദി ലാൻഡിങ് ഡയറക്ഷൻ ആൻഡ് ആരോ or a T is placed at the center of the segmented circle. ഒരു സർക്കിൾ കാണും, അത് സെഗ്മെന്റഡ് ആണെന്ന് വെച്ചാൽ ഇങ്ങനെ എന്താണ് ഒരു ഡോട്ടഡ് ലൈൻസ് വെച്ച് നമ്മൾ വരയ്ക്കുന്ന പറയത്തില്ലേ, അങ്ങനത്തെ ലൈൻസ് വെച്ച് വരച്ചിരിക്കുന്ന ഒരു സർക്കിൾ ഉണ്ടെങ്കിൽ അതിന് ഉള്ളിൽ ഒരു ആരോ അല്ലെങ്കിൽ ഒരു ടി ഷേപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആരോ എന്ന് കൊടുക്കുന്നത് ആ ആരോയുടെ ഡയറക്ഷനിലായിരിക്കും ലാൻഡ് ചെയ്യേണ്ടത് എന്നൊരു അർത്ഥം വരുന്ന രീതിയിൽ. അല്ലെങ്കിൽ ഇപ്പൊ ഒരു ടി ഷേപ്പ് ആണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഒരു ടി ആണ് ഇരിക്കുന്നതെങ്കിൽ ഇതിനർത്ഥം എന്താണ്, ഇങ്ങനെ ലാൻഡ് ചെയ്യണം, എയർക്രാഫ്റ്റ് ഇവിടെ നിന്ന് വരുവാണെങ്കിൽ ഇങ്ങനെ ലാൻഡ് ചെയ്യണം എന്നാണ് അതിന്റെ അർത്ഥം. കൂർത്ത ഭാഗത്തോട്ട് ആണ് അതിന്റെ ഡയറക്ഷൻ എന്ന് കാണിക്കുന്ന രീതിയിൽ. അപ്പം ഒരു സെഗ്മെന്റഡ് സർക്കിളിന്റെ ഉള്ളിൽ ഇങ്ങനെ ആരോയോ അല്ലെങ്കിൽ ടി ഷേപ്പോ കൊടുക്കും. അത് വെച്ചിട്ടാണ് പൈലറ്റ് അവിടുത്തെ റൺവേയുടെ ഡയറക്ഷൻ ഇന്നതാണെന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് പെയിന്റഡ് ഇൻ ഓറഞ്ച് ഓർ വൈറ്റ് കളർ ഫോർ ബീങ് സ്പോട്ടഡ് ഡ്യൂറിങ് ഡേ ടൈമിൽ കാണാൻ വേണ്ടി ഓറഞ്ചോ വൈറ്റ് കളറിലോ ആയിരിക്കും കൊടുക്കാറ്. ഇറ്റ് ഈസ് ലൈറ്റഡ് ഫോർ വ്യൂയിങ് ഡ്യൂറിങ് നൈറ്റ് ടൈമിൽ കാണാൻ വേണ്ടി അതിന് വേറെ ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ ഇത് എപ്പോഴും ഫിക്സ്ഡ് ആണ്, ആ ഒരു പ്ലേസിൽ എപ്പോഴും ഫിക്സ്ഡ് ആയിട്ട് കൊടുത്തിരിക്കുന്ന മാർക്കിംഗ് ആണ് അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ ആണ് ഈ പറയുന്ന ലാൻഡിങ് ഇൻഡിക്കേഷൻ. പിന്നെ ഈ പറയുന്ന പറഞ്ഞല്ലോ ടി ഷേപ്പ്, അപ്പൊ അതിന്റെ അത് എത്ര മീറ്റർ വൈഡും എത്ര മീറ്റർ ഡെപ്തും ലെങ്ത് ഒക്കെ വേണം എന്നുള്ളതാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ആ ഒരു ഷേപ്പ് മാത്രം ഓർത്താ വെച്ചാൽ മതി. അപ്പൊ നോക്കിയതേ, ഇതാണ് ഇവിടുത്തെ ഒരു റൺവേ എന്ന് വിചാരിക്കാം അല്ലേ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ റൺവേയുടെ ലാൻഡ് ചെയ്യുന്ന ഡയറക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ സെഗ്മെന്റഡ് സർക്കിൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിൽ ഒരു ആരോ, ഇതിലിപ്പോ ഒരു ആരോ കാണിച്ചിരിക്കുന്നത്, ഒരു ആരോ ഇങ്ങോട്ട്, ആ ആരോയുടെ ഷേപ്പ് ആ സൈഡോടല്ലോ. അപ്പം ഇവിടുന്ന് ഒരു എയറോപ്ലെയിൻ വരുവാണെങ്കിൽ അത് ലാൻഡ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ഇനി അടുത്തതാണ് വിൻഡ് ഡയറക്ഷൻ ഇൻഡിക്കേറ്റർ. The direction from which the wind blows is indicated at the airport by a wind cone. ഓക്കെ, ഒരു എയർപോർട്ടിൽ എങ്ങനെയാണ് അവിടുത്തെ വിൻഡിന്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ വിൻഡ് കോൺ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ എ സെഗ്മെന്റഡ് സർക്കിൾ ടുഗദർ വിത്ത് ദി ലാൻഡിംഗ് ഡയറക്ഷൻ ഇൻഡിക്കേറ്റർ. അവിടുത്തെ ലാൻഡിംഗ് ഡയറക്ഷൻ ഇൻഡിക്കേറ്റർ ഉണ്ടല്ലോ, അതിന്റെ കൂടെ തന്നെ ആയിരിക്കും നമ്മൾ ഈ പറയുന്ന വിൻഡ് ഡയറക്ഷന്
അറിയാൻ വേണ്ടിയുള്ള വിൻഡ് കോൺ കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞല്ലോ സെഗ്മെന്റ് സർക്കിളിനുള്ളിൽ നമ്മൾ ലാൻഡിംഗ് ഡയറക്ഷൻ ഇൻഡിക്കേറ്റർ വെക്കും. അതിനകത്ത് തന്നെ നമ്മൾ അവിടെ തന്നെ ആയിരിക്കും നമ്മൾ ഈ പറയുന്ന വിൻഡ് കോൺ കൊടുക്കുന്നത്. അത് കൊടുക്കുന്നത് വിൻഡിന്റെ ഡയറക്ഷൻ അറിയാൻ വേണ്ടിയാണ്. ഓക്കെ, ഇറ്റ് ഷുഡ് ബി പ്ലേസ്ഡ് അവേ ഫ്രം ബിൽഡിംഗ് സോ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് എഫക്റ്റഡ് ബൈ എഡീസ് ഒന്നും എഫക്റ്റ് ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അതിന് ഈ പറയുന്ന ബിൽഡിങ്സിനടുത്തൊന്നും ഈ പറയുന്ന വിൻഡ് കോൺ വെക്കാൻ പാടില്ല. ഓക്കെ, panels forming segmental circle are gabled roof shaped with a pitch of at least 1:1. ഓക്കെ, അപ്പം നമ്മൾ സെഗ്മെന്റഡ് സർക്കിൾ ഉണ്ടെന്ന് പറഞ്ഞില്ല. അപ്പൊ ആ സർക്കിളിലെ ആ ഒരു ഓരോരോ പാനൽസ്, ഓരോരോ ലൈൻസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് റൂഫ് ഷേപ്ഡ് ആയിട്ടായിരിക്കും. 1:1 സ്ലോപ്പ് ചെറുതായിട്ട് കൊടുത്തിട്ടൊക്കെ ആയിരിക്കും ആ ഒരു ഷേപ്പ്, സർക്കിളിന്റെ ഒരു ഷേപ്പ് എത്തിക്കുന്നത്. പാനൽസ് വൈറ്റ് കളറിലായിരിക്കും കൊടുക്കുന്നത്. കാര്യം മറ്റ് മാർക്സ് ഒക്കെ വെച്ചിട്ട് ഡിസ്റ്റിങ്ക്റ്റ് ആകാൻ വേണ്ടി, പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന വിൻഡ് ഡയറക്ഷൻ ഇൻഡിക്കേറ്റർ ഉണ്ടല്ലോ, അതിന്റെ ലെന്ത് എന്ന് പറയുന്നത് നോട്ട് ലെസ് ദാൻ 3.6 മീറ്ററും അതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് നോട്ട് ലെസ് ദാൻ 90 സെന്റിമീറ്ററും ആയിരിക്കണം. അത് 30 മീറ്റർ ഹൈറ്റിൽ നിന്ന് നോക്കിയാൽ ഇത് കാണാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. ഇറ്റ് ഈസ് പെയിന്റഡ് വിത്ത് ബാൻഡ് ഓഫ് കളേഴ്സിലായിരിക്കും ഈ വിൻഡ് കോൺ പെയിന്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ വൈറ്റ് ആൻഡ് ബ്ലാക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ റെഡ് ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ ഓറഞ്ച് ആൻഡ് വൈറ്റ്, ഈ കളറിലൊക്കെ ആയിരിക്കും നമ്മൾ വിൻഡ് കോണിനെ കാണുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ഇതാണ് സംഭവം. ഒരു കോൺ ഷേപ്പ് പോലെ ഇരിക്കും. ഓക്കെ, ഇപ്പം ഈ കാറ്റടിക്കുന്നതിനനുസരിച്ച് ഇത് ഏത് ഡയറക്ഷനാണ് കാറ്റടിക്കുന്നത് ആ ഡയറക്ഷനിലോട്ട് ഇതിന്റെ ഈ അറ്റം ഭാഗം കൂർത്തിരിക്കും. എന്താണ് ഇപ്പോൾ ഒരു തുണി നമ്മൾ ഈ ഒരു ഷേപ്പിൽ ഒരു കോൺ പോലെ വെച്ച് കഴിഞ്ഞാൽ കാറ്റടിക്കുമ്പം തുണിയുടെ ആ ഒരു അറ്റം ഏത് സൈഡിലോട്ടാണ് പോകുന്നത്. അപ്പൊ അതിനർത്ഥം എന്താണ്, ആ ഡയറക്ഷനിലാണ് അവിടുത്തെ വിൻഡിന്റെ കറണ്ട് അല്ലെങ്കിൽ വിൻഡ് ഡയറക്ഷൻ എന്ന് മനസ്സിലാക്കാമല്ലോ. അതേ തന്നെ സെയിം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, ഇതേ ഇതിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സെഗ്മെന്റൽ സർക്കിളിനുള്ളിൽ നമ്മുടെ ലാൻഡിംഗ് ഡയറക്ഷൻ കാണിക്കാൻ ഒരു ഇൻഡിക്കേറ്റർ കാണും. അതേപോലെ തന്നെ അവിടുത്തെ വിൻഡിന്റെ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി ഒരു വിൻഡ് കോൺ കാണും. ഇപ്പം ഇവിടുന്ന് ആ കാറ്റ്, അതുകൊണ്ടാണ് ഇതിന്റെ കൂർത്ത ഭാഗം ഈ സൈഡിലോട്ട്. അപ്പൊ തുണിയാണെങ്കിൽ നിങ്ങൾ ഓർത്ത് ആ തുണി ആ കാറ്റടിക്കുമ്പോൾ ആ തുണിയെല്ലാം ആ ഒരു സൈഡിലോട്ട് മാറത്തില്ലേ, അത്രയേ ഉള്ളൂ അത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം വിൻഡ് കോൺ വെച്ചിട്ടായിരിക്കും നമ്മൾ അവിടുത്തെ വിൻഡ് ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് റൺവേ മാർക്കിങ്സ് ആണ്. നമ്മൾ റൺവേ എന്തിനാണ്, ടേക്ക് ഓഫ് ചെയ്യാനും ലാൻഡ് ചെയ്യാനും ഉള്ള ഒരു പോർഷൻ ആണല്ലോ. അപ്പൊ അവിടെ നമ്മൾ കുറച്ചധികം മാർക്കിങ്സ് കൊടുക്കാറുണ്ട്. പല പല യൂസസ് ആണ് ഓരോ മാർക്കിങ്സിനും ഉള്ളത്. ഓക്കെ, അതിലെ വൺ ഓഫ് ദി മാർക്കിംഗ് ആണ് റൺവേ സെൻട്രൽ ലൈൻ മാർക്കിംഗ്. അടുത്തത് റൺവേ എഡ്ജ് സ്ട്രിപ്പ്, പിന്നെ റൺവേ നമ്പറിങ് കൊടുക്കും നമ്മൾ. പിന്നെ അതേപോലെ തന്നെ ടച്ച് ഡൗൺ അല്ലെങ്കിൽ ലാൻഡിംഗ് സോൺ മാർക്കിംഗ് ഉണ്ട്. പിന്നെ ത്രെഷോൾഡ് മാർക്കിംഗ്. ഫൈനൽ ആയിട്ട് പറയാനുള്ളത് ടു ഓർ മോർ പാരലൽ റൺവേ ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ മാർക്കിങ്സ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് വൺ സെൻട്രൽ ലൈൻ മാർക്കിംഗ്. ഓക്കെ, സെൻട്രൽ ലൈൻ മാർക്കിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ റൺവേ ആണെന്ന് വിചാരിക്കാം കേട്ടോ. റൺവേ പല പല സ്ട്രിപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്നതേ ഉള്ളൂ. ഇതൊരു ഒരു ഫുൾ റൺവേ ആണെന്ന് വിചാരിക്കാം. ആ റൺവേയുടെ സെൻട്രലിലായിട്ട് കൊടുക്കുന്ന ലൈനെയാണ് നമ്മൾ സെൻട്രൽ ലൈൻ മാർക്കിംഗ് എന്ന് പറയുന്നത്. അതും നമ്മൾ ഇങ്ങനെ വിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബ്രോക്കൺ സ്ട്രിപ്പ് ഓഫ് ലൈൻ ആണ്. ഓക്കെ, കണ്ടിന്യൂസ് ലൈൻ അല്ല, ബ്രോക്കൺ ആയിട്ടുള്ള. ഇവിടെ ഒന്ന് കൊടുത്താൽ പിന്നെ ഒരു ഗ്യാപ്പ് കൊടുക്കും, പിന്നെ അടുത്തത് അത്രയും തന്നെ ഗ്യാപ്പ് കൊടുത്തിട്ട് അടുത്തത്, അങ്ങനെയാണ് നമ്മൾ സെൻട്രൽ ലൈൻ ഓഫ് എ റൺവേ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ എ ബ്രോക്കൺ സ്ട്രിപ്പ് റണ്ണിങ് അലോങ് ദി എൻറ്റയർ ലെങ്ത് ഓഫ് റൺവേ. റൺവേയുടെ എൻറ്റയർ ലെങ്തിലും ഈ പറയുന്ന സെൻട്രൽ ലൈൻ നമ്മൾ മാർക്ക് ചെയ്യും. ലെങ്ത് ഓഫ് സ്ട്രിപ്പ് പ്ലസ് ഗ്യാപ്പ് ഷാൽ നോട്ട് ബി ലെസ് ദാൻ 50 മീറ്റർ ആൻഡ് മോർ ദാൻ 75 മീറ്റർ. ഓക്കെ, അപ്പം ഈ പറയുന്ന സെൻട്രൽ ലൈനിന്റെ ഒരു ലെന്ത് എന്ന് പറയുന്നത് 50യുടെയും 75ന്റെയും ഇടയ്ക്കായിരിക്കണം. ഓക്കെ, 75 മീറ്ററിന്റെ ഇടയ്ക്കായിരിക്കണം. പിന്നെ ആ ഓരോ സ്ട്രിപ്പിന്റെയും വിഡ്ത്ത് ഉണ്ടല്ലോ, അത് 90 സെന്റിമീറ്റർ ആണ് കൊടുക്കാറ്. ഓക്കെ, അപ്പൊ എന്താണ് സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത്? ജസ്റ്റ് ഈ ഒരു റൺവേയുടെ എൻറ്റയർ ലെന്തിലും എലോങ് ആയിട്ട് സെന്ററിൽ കൂടെ പോകുന്ന ബ്രോക്കൺ സ്ട്രിപ്പ് ഓഫ് ലൈൻസ് ആണ്. ഓക്കെ, അതിന്റെ വേണമെങ്കിൽ വേറൊരു ഇമേജ് കാണാം. അതെ, ഈ കൊടുത്തിരിക്കുന്ന കണ്ടോ, സെൻട്രൽ ലൈൻ ബ്രോക്കൺ സ്ട്രിപ്പ് ഓഫ് ലൈൻ ആണ് ഈ സെന്ററിൽ കൂടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അടുത്തതാണ് റൺവേ ടച്ച് ഡൗൺ മാർക്കിങ്സ്. റൺവേ ടച്ച് ഡൗൺ മാർക്കിംഗ്. ടച്ച് ഡൗൺ മാർക്കിംഗ് ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കണം എന്താണ്. ഒരു ലാൻഡ് ചെയ്യാൻ വരുന്ന ഒരു എയ്റോപ്ലെയിൻ, ഓക്കെ, ഈ ഇന്ന പോയിന്റ് തൊട്ട് റൺവേനെ കോണ്ടാക്ട് ചെയ്യും. ഫസ്റ്റ് കോണ്ടാക്ട് ഈ ഒരു പോയിന്റ് തൊട്ട് ആകാം എന്ന് പൈലറ്റിന് മനസ്സിലാകുന്നത് ടച്ച് ഡൗൺ മാർക്കിംഗ് കണ്ടു കഴിയുമ്പോഴാണ്. ഓക്കെ, it is provided in the touchdown zone and consists of pair of rectangular markings placed symmetrically about the runway center line with their number
ഡിക്രീസിങ് ഗ്രാജുവലി ഇൻ ദി ഡയറക്ഷൻ ഓഫ് ലാൻഡിങ്. ഓക്കെ, എന്ന് വെച്ചാൽ ഈ ഒരു ഇമേജ് നമ്മൾ തൊട്ട് മുന്നേ കണ്ട ഇമേജ് തന്നെ സെൻട്രൽ ലൈൻ പോകുന്നുണ്ടല്ലോ, സെൻട്രിൽ കൂടെ ബ്രോക്കൺ സ്ട്രിപ്പ് ഓഫ് ലൈൻ, അതിന് അപ്പുറം ഇപ്പുറം ആയിട്ട്, ഓക്കെ, അതിന് സിമെട്രിക്കലി അതിന്റെ രണ്ട് സൈഡിലും ആയിട്ട് നമ്മൾ ടച്ച് ഡൗൺ മാർക്കിങ്സ് കൊടുക്കും. എന്ന് വെച്ചാൽ ആദ്യമേ ഒരു 4 കൊടുത്താൽ അടുത്തതിൽ ഒരു 3 ആവും, പിന്നെ ഇച്ചിരി മാറുമ്പോൾ 2 ആവും. അങ്ങനെ ഈ ഒരു ഡയറക്ഷനിലാണ് എയ്റോപ്ലെയിൻ വരുന്നത്. ഈ ഒരു പോർഷനിൽ എത്തുമ്പോഴേക്കും ആ ഒരു എയ്റോപ്ലെയിനിന്റെ 2 വീൽസ് എവിടാണ്, താഴെ റൺവേയിൽ മുട്ടും. പിന്നെ പതുക്കെ മുട്ടി പിന്നെ കുറെ ആകുമ്പോഴേക്കും ആണല്ലോ സ്റ്റോപ്പ് ആകുന്നത്. അത് വന്ന് ഇറങ്ങുമ്പോൾ ഉടനെ അങ്ങ് സ്റ്റോപ്പ് ആവുകയില്ല, കുറച്ച് ഡിസ്റ്റൻസ് മൂവ് ചെയ്യും അല്ലേ. അതിന്റെ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ആ ഒരു സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഉണ്ടല്ലോ. അപ്പം ആ ഒരു എയർക്രാഫ്റ്റിന്റെ ഡയറക്ഷൻ, അതിന്റെ ലാൻഡിങ് ഡയറക്ഷന്റെ അങ്ങോട്ട് പോകും തോറും നമ്പർ ഓഫ് സ്ട്രിപ്സിന്റെ എണ്ണം കുറഞ്ഞു വരും. ഇപ്പൊ ഈ എന്താണ് ടച്ച് ചെയ്ത് പോകുന്ന ലാസ്റ്റ് വാല്യൂ ഉണ്ടല്ലോ, ആ അത്ര ഏരിയയാണ് നമ്മൾ ടച്ച് ഡൗൺ സോൺ എന്നാണ് പറയുന്നത്. ആ ഒരു ടച്ച് ചെയ്ത് അല്ലെങ്കിൽ ലാൻഡ് ചെയ്യാൻ ഉപകരിക്കുന്ന ആ ഒരു പോർഷനെ ടച്ച് ഡൗൺ സോൺ എന്നാണ് പറയുന്നത്. മറ്റു മാർക്കിങ്സിനെ ടച്ച് ഡൗൺ മാർക്കിങ്സ് എന്ന് പറയും. ഓക്കെ, ഇറ്റ് ഈസ് പ്രൊവൈഡ് ഇൻ ദി ടച്ച് ഡൗൺ സോൺ ആൻഡ് കൺസിസ്റ്റ് ഓഫ് പെയർ ഓഫ് റെക്ടാങ്കുലർ മാർക്കിങ്സ് ആണ്. സിമെട്രിക്കലി സെൻട്രൽ ലൈൻ അപ്പുറം ഇപ്പുറം ആയിട്ട് കൊടുക്കും. അതിന്റെ നമ്പർ ഗ്രാജുവലി കുറഞ്ഞു പോരുന്നു. ഓക്കെ, ദീസ് ആർ 1.8 മീറ്റർ വൈഡ് ആയിരിക്കും, 1.5 മീറ്റർ ക്ലിയർ സ്പേസ് കൊടുത്തിട്ടുണ്ടായിരിക്കും ഇടയ്ക്കിടയ്ക്ക്. പിന്നെ 22.5 മീറ്ററോളം ലെന്ത് കാണും. ടോട്ടൽ ഇതിന് ലെന്ത് പറയുവാണെങ്കിൽ 22.5 മീറ്ററോളം ഈ പറയുന്ന ടച്ച് ഡൗൺ സോണിന്റെ ലെന്ത് കാണും. ഓക്കെ, മൊത്തത്തിലൊരു ലെന്ത് എടുത്താൽ. ഓക്കെ, അതാണ് ടച്ച് ഡൗൺ സോൺ. പിന്നെ സെൻട്രൽ ലൈൻ നമ്മൾ കണ്ടു. ഓക്കെ, അപ്പൊ ഈ ഒരു ഏരിയ തൊട്ട് ഇവിടം വരെ ഉള്ളതിനെ ആണ് നമ്മൾ ടച്ച് ഡൗൺ സോൺ എന്ന് പറയുന്നത്. അത് തന്നെ നമുക്ക് ഈ ഒരു ഫിഗറിലും കാണാം കേട്ടോ. ഇതാണ് ടച്ച് ഡൗൺ സോൺ, 3 ആയി. പിന്നെ ഇവിടെ നിന്ന് വരുമ്പോഴേക്കും 1 കുറയുന്നു, പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പോൾ 2 ആവും. ഓക്കെ, അടുത്ത മാർക്കിംഗ് ആണ് റൺവേ എഡ്ജ് സ്ട്രിപ്പ്. റൺവേ എഡ്ജ് സ്ട്രിപ്പ് അത് എന്തിനായിരിക്കും? റൺവേയുടെ എഡ്ജസ് മാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ലൈനാണ്. ഓക്കെ, റൺവേ എഡ്ജ് സ്ട്രിപ്പ് കൺസിസ്റ്റ് ഓഫ് സ്ട്രിപ്സ് ഓൺ അലോങ് ഈച്ച് എഡ്ജ് ഓഫ് ദി റൺവേ ഇഫ് വിഡ്ത്ത് ഓഫ് ദി റൺവേ ഇസ് ഗ്രേറ്റർ ദാൻ 60 മീറ്റർ. നമ്മുടെ റൺവേയുടെ വിഡ്ത്ത് എന്ന് പറയുന്നത് 60 മീറ്ററിന് മേളിലാണെങ്കിൽ ദ സ്ട്രിപ്പ് ഷുഡ് ബി ലൊക്കേറ്റഡ് 30 മീറ്റർ അവേ ഫ്രം ദിസ് റൺവേ സെൻട്രൽ ലൈൻ. സെൻട്രൽ ലൈനിൽ നിന്ന് 30 മീറ്റർ മാറ്റിയിട്ട് വേണം നമ്മൾ എന്ത് കൊടുക്കാൻ, നമ്മുടെ റൺവേയുടെ എഡ്ജ് കൊടുക്കാൻ, എഡ്ജ് സ്ട്രിപ്പ് കൊടുക്കാൻ. ഓക്കെ, ദ തിക്നെസ് ഓഫ് സ്ട്രിപ്പ് എന്ന് പറയുന്നത് 90 സെന്റിമീറ്റർ ആയിരിക്കും സാധനം കൊടുക്കുന്നത്. ഓക്കെ, നമ്മുടെ റൺവേയുടെ എഡ്ജസ് മാർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഈ പറയുന്ന റൺവേ എഡ്ജ് സ്ട്രിപ്പും കൊടുക്കുന്നത്. അടുത്തതാണ് റൺവേ ത്രെഷോൾഡ് മാർക്കിംഗ്. ഓക്കെ, ഈ ത്രെഷോൾഡ് മാർക്കിംഗ് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ റൺവേയുടെ ബിഗിനിങ് ആണ്, അല്ലെങ്കിൽ ഇനിയുള്ള പോർഷൻ നമുക്ക് ലാൻഡിങ്ങിന് യൂസ് ചെയ്യാമെന്ന് നല്ല ഹൈറ്റിൽ നിന്ന് വരുന്നൊരു എയർക്രാഫ്റ്റ് ഓടിക്കുന്ന ഒരു പൈലറ്റിന് മനസ്സിലാകാൻ വേണ്ടിയാണ് നമ്മൾ റൺവേ ത്രെഷോൾഡ് മാർക്കിംഗ് യൂസ് ചെയ്യുന്നത്. അപ്പം ബിഗിനിങ് ആണെന്ന് മാത്രമേ ആ ഒരു മാർക്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ആ ഒരു സംഭവം, ആ ഒരു പോർഷൻ കണ്ടു കഴിഞ്ഞാൽ ഓക്കെ, ഇനി അങ്ങോട്ട് എനിക്ക് റൺവേ ലാൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം എന്ന് ആൾക്ക് മനസ്സിലാവും. പിന്നെ ആള് ത്രെഷോൾഡ്, നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ ടച്ച് ഡൗൺ സോൺ ഉണ്ടല്ലോ, ആ സോണിലോട്ട് എത്തും, അവിടെ ടച്ച് ചെയ്യും, കോണ്ടാക്ട് ആവും റൺവേ ആയിട്ട്. പിന്നെ കുറച്ചും കൂടെ ഡിസ്റ്റൻസ് മാറി അതങ്ങ് സ്റ്റോപ്പ് ആയിക്കോളും. ഓക്കെ, അപ്പം ബിഗിനിങ് ഓഫ് ആൻ എന്താണ് റൺവേ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ത്രെഷോൾഡ് മാർക്കിങ്സ് കൊടുക്കുന്നത്. Okay, helps identifying the beginning of the runway that is available for landing. Threshold marking consists of a pattern of longitudinal strips of uniform dimension placed symmetrically about the central line. അപ്പോൾ സെൻട്രൽ ലൈൻ ഇവിടെ കൂടെ പോകുന്നുണ്ടെങ്കിൽ അതിനപ്പുറം ഇപ്പുറമായിട്ട് സിമെട്രിക്കലി നമ്മൾ എന്താണ് ഈ പറയുന്ന ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രിപ്സ് ഓഫ് യൂണിഫോം ഡയമെൻഷൻ പ്ലേസ് ചെയ്യും. ദീസ് ലൈൻസ് സ്റ്റാർട്ട്സ് ഫ്രം എ ഡിസ്റ്റൻസ് ഓഫ് 6 മീറ്റർ ഫ്രം ദി എൻഡ് ഓഫ് റൺവേ. റൺവേയുടെ എൻഡിൽ നിന്ന് 6 മീറ്റർ മാറിയിട്ടായിരിക്കും നമ്മൾ ഈ പറയുന്ന ത്രെഷോൾഡ് മാർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദേ ആർ 3.6 മീറ്റർ വൈഡ് വിത്ത് എ സ്പേസിംഗ് ഓഫ് 0.9 മീറ്റർ ബിറ്റ്വീൻ ദം ആൻഡ് 45 മീറ്റർ ആയിരിക്കും ഇതിന്റെ ഒരു ലെന്ത് പറയുന്നത്. ഓക്കെ, ഇതാണ് ഇത് റിയൽ ഇമേജ് ആണല്ലോ. ഈ റിയൽ ഇമേജിൽ ഈ ഏറ്റവും അറ്റത്തുള്ളത് ഈ 28 എഴുതിക്കുന്നതിന് ഇപ്പുറമായിട്ടുള്ളതാണ് എന്താണ് റൺവേ ബിഗിനിങ് ആണ്. ഓക്കെ, ഈ ഒരു ഡയറക്ഷനിലോടായിരിക്കും ആ ഒരു എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം എയർക്രാഫ്റ്റിന്റെ ബിഗിനിങ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ഇനി ആ സൈഡിലും അപ്പുറത്തെ സൈഡിലും ഇതേപോലെ തന്നെ കാണും കേട്ടോ. ആ സൈഡ് ഡയറക്ഷനിൽ നിന്ന് വരുന്ന ഒരു എയർക്രാഫ്റ്റിന് ലാൻഡ് ചെയ്യാൻ ആ സൈഡിൽ ഇതേപോലെ തന്നെ എന്താണ് ത്രെഷോൾഡ് റൺവേ മാർക്കിംഗ് കാണും. ഓക്കെ, ഇനി അടുത്തതാണ് ഡിസ്പ്ലേസ്ഡ് ത്രെഷോൾഡ് മാർക്കിംഗ്. എന്ന് വെച്ചാൽ ശരിക്കുള്ള അതിന്റെ ഒറിജിനൽ പൊസിഷനിൽ ചിലപ്പോൾ ത്രെഷോൾഡ് മാർക്കിംഗ് നമ്മൾ ഇച്ചിരി കൂടെ ഡിസ്പ്ലേസ്മെന്റ് ഇച്ചിരി മാറ്റിയിട്ട് കൊടുക്കും. ഓക്കെ, അതിനാണ് ഡിസ്പ്ലേസ്ഡ് ത്രെഷോൾഡ് എന്ന് പറയുന്നത്.
A displaced threshold is a threshold located at a point on the runway other than the designated beginning of the runway. അതിന് പകരം കൊടുക്കുന്ന സ്ഥലത്ത് കൊടുക്കുന്നതിനാണ് ഡിസ്പ്ലേസ്ഡ് ത്രെഷോൾഡ് എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ ത്രെഷോൾഡ് റെഡ്യൂസസ് ദി ലെങ്ത് ഓഫ് ദി റൺവേ അവൈലബിൾ ഫോർ ലാൻഡിങ്. ശരിയാണല്ലോ അല്ലേ? നമ്മൾ ഇച്ചിരി കൂടെ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ആക്കും അത്രയും കൂടെ റൺവേയുടെ ലെന്ത് കുറയുവാണല്ലേ ലാൻഡിങ്ങിന് വേണ്ടി. ദ പോർഷൻ ഓഫ് റൺവേ ബിഹൈൻഡ് എ ഡിസ്പ്ലേസ്ഡ് ത്രെഷോൾഡ് ഈസ് അവൈലബിൾ ഫോർ ടേക്ക് ഓഫ്. പക്ഷെ ആ ഡിസ്പ്ലേസ് ത്രെഷോൾഡിന് ബിഹൈൻഡ് ആയിട്ടുള്ള പോർഷൻ വേണം. നമുക്ക് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് ആ പോർഷൻ കൂടി യൂസ് ചെയ്യാം. ലാൻഡ് ചെയ്യുമ്പോൾ അത് ചെയ്യാൻ പറ്റത്തില്ല എന്നേ ഉള്ളൂ. ഓക്കെ. എ 10 feet wide white threshold bar is located across the width of the runway at the displaced threshold. ഓക്കെ. അപ്പം ഇവിടെ ഈ പറയുന്ന നമ്മുടെ ത്രെഷോൾഡ് കാണിക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു വൈറ്റ് കളറിൽ ഒരു ത്രെഷോൾഡ് ബാർ പോലെ അവർ പെയിന്റ് ചെയ്യും. ഓക്കെ. പിന്നെ ഒരു ആരോസ്, വൈറ്റ് ആരോസ് കൊടുക്കും സെൻട്രൽ ലൈന് എലോങ് ആയിട്ട്. ഇനിയും ഈ കൊടുക്കുന്ന ആരോസ് ഉണ്ടല്ലോ, ഈ കാണുന്ന ആരോസിന് ജസ്റ്റ് ആരോ ഹെഡ് മാത്രമേ കാണത്തുള്ളൂ. ബാക്കി അത് അക്രോസ് ദി വിഡ്ത്ത് ഓഫ് ദി റൺവേ കൊടുക്കും എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. ഇതേപോലെ കൊടുക്കും. ആരോ ഹെഡുകൾ മാത്രമേ കാണത്തുള്ളൂ. ഓക്കെ. അപ്പം ത്രെഷോളിന്റെ ഒറിജിനൽ പൊസിഷനിൽ നിന്ന് ഇച്ചിരി മാറ്റി കൊടുക്കുന്നതിനാണ് ഡിസ്പ്ലേസ്ഡ് ത്രെഷോൾഡ് എന്ന് പറയുന്നത്. അടുത്തതാണ് റൺവേ നമ്പറിങ്. അതിനെപ്പറ്റി എനിക്ക് തോന്നുന്നു ഞാൻ എയർപോർട്ടിന്റെ കമ്പോണൻസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു റൺവേ നമ്പറിങ്സിനെ പറ്റി. ഓക്കെ. അത് റൺവേയുടെ ഡയറക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ദ നോർത്ത് ഡയറക്ഷൻ വെച്ചിട്ട് ഉള്ള ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ നമ്പറിങ് കൊടുക്കുന്നത്. ദ എൻഡ് ഓഫ് ദി റൺവേ ഇസ് മാർക്ക്ഡ് വിത്ത് എ നമ്പർ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് മാഗ്നറ്റിക് അസിമുത്ത്. ഓക്കെ. എന്ന് വെച്ചാൽ ആംഗിൾ മെഷേർഡ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഫ്രം നോർത്ത് എന്നുള്ള ഡയറക്ഷൻ വെച്ചിട്ടുള്ളതാണ്. അപ്പം ഈസ്റ്റ് എൻഡ് ഓഫ് ഈസ്റ്റ് വെസ്റ്റ് റൺവേ ആകുമ്പോൾ അത് നമ്മൾ 270 ഡിഗ്രി ആയിരിക്കും. ഓക്കെ. ആ ആംഗിളിനെ നമ്മൾ ഇതിൽ മാർക്ക് ചെയ്യുമ്പോൾ 27 എന്നായിരിക്കും മാർക്ക് ചെയ്യുന്നത്. ആൻഡ് ദി വെസ്റ്റ് എൻഡ്, ആ ഒരു റൺവേയുടെ തന്നെ വെസ്റ്റ് എൻഡ് എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും നോർത്തിൽ നിന്ന്. അതിനെ നമ്മൾ 9 എന്നായിരിക്കും മാർക്ക് ചെയ്യിക്കുന്നത്. ഓക്കെ. അപ്പം ഈ പറയുന്ന റൺവേ നമ്പർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഹോൾ നമ്പർ ആയിരിക്കും. അത് നിയറസ്റ്റ് 1/10 ദി മാഗ്നറ്റിക് അസിമുത്തിന്റെ 1/10 ചെയ്ത് ഇപ്പൊ 270 കിട്ടിയാൽ ഡിവൈഡ് ബൈ 10 ചെയ്യുമ്പോൾ 27 എന്നല്ല കിട്ടുന്നത്. ആ ഹോൾ നമ്പർ ആയിരിക്കും നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇതേ ഈ കാണിച്ചിരിക്കുന്നതൊക്കെ. അപ്പം ഇത് അങ്ങോട്ടെന്ന് പറയുന്നത് ഡയറക്ഷൻ 270 ഡിഗ്രി എന്നായിരിക്കും. അപ്പം നമ്മൾ അങ്ങോട്ടുള്ള ഡയറക്ഷന്റെ എൻഡിലായിട്ട് നമ്മൾ 27 എന്ന് കൊടുത്തു. ഇനി ഇങ്ങോട്ടുള്ള ഡയറക്ഷൻ എന്ന് പറയുന്നത് നോർത്തിൽ നിന്ന് 90 ഡിഗ്രി ആയിരിക്കും. അപ്പം ഈ ഡയറക്ഷനിൽ നമ്മൾ നോക്കുമ്പോൾ 9 എന്നുള്ള മാർക്കിംഗ് കൊടുത്തു. ഓക്കെ. ഇനി ഒരു എയർപോർട്ടിൽ തന്നെ സെയിം ഡയറക്ഷൻ ഒന്നിൽ കൂടുതൽ റൺവേസ് ഉണ്ടെങ്കിൽ, അപ്പൊ പാരലൽ റൺവേസ് 2 or more ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ നമ്പറിങ് കൊടുക്കും? അതൊരു പ്രശ്നമാണല്ലോ അല്ലെ? എങ്ങനെ കൊടുക്കും? ഇപ്പൊ 2 റൺവേയിലും പോയിട്ട് നമ്മൾ സെയിം 27ഉം 9ഉം 2 റൺവേയിലും കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ലാൻഡ് ചെയ്യാൻ വരുന്ന ഒരു എയർക്രാഫ്റ്റിന്റെ പൈലറ്റിന് ഡൗട്ട് ആവും. ഓക്കെ, അയാളോട് പറഞ്ഞിരിക്കുന്നത് 27 എന്ന മാർക്കിംഗ് ഉള്ളതിൽ പോയി ഇറങ്ങാനായിരിക്കും. പക്ഷെ 2 27 ഉണ്ടെങ്കിൽ അയാൾക്ക് കൺഫ്യൂഷൻ ആവും എവിടെ പോയിട്ട് വേണം ഞാൻ ലാൻഡ് ചെയ്യാൻ എന്നുള്ളത്. ഓക്കെ. അപ്പൊ അങ്ങനെ പാരലായിട്ട് റൺവേ ഉണ്ടാവുമ്പോൾ അവിടുത്തെ ആ കൺഫ്യൂഷൻസ് മാറ്റാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ആ ഓരോ നമ്പറിന്റെ കൂടെ ഓരോ ലെറ്ററും കൂടെ അങ്ങ് കൊടുക്കും. ഓക്കെ. ഇഫ് ദർ ആർ മോർ ദാൻ 1 റൺവേ ഇൻ സെയിം ഡയറക്ഷൻ ഫോളോയിങ് ലെറ്റേഴ്സ് ആർ ആഡഡ് ടു ദി അസിമുത്ത് നമ്പേഴ്സ്. ഓക്കെ. അപ്പം 2 പാരലൽ റൺവേസ് ആണെങ്കിൽ എല്ലും 6ഉം കൊടുക്കും. ലെഫ്റ്റ് സൈഡിലുള്ളതും റൈറ്റ് സൈഡിലുള്ളത്. അപ്പൊ എല്ലും 6ഉം എന്നൊരു 2 ലെറ്റേഴ്സ് കൊടുക്കും. ഈ 3 ഉണ്ടെങ്കിൽ LC6 എന്ന് വെച്ചാൽ ആ 3 എണ്ണത്തിനെയും ലെഫ്റ്റിലുള്ളതിനെ L27, അടുത്തതിനെ എന്താണ് 27C എന്ന് കൊടുക്കും, അടുത്തത് 27R എന്ന് കൊടുക്കും. അപ്പോൾ ഓക്കെ. അപ്പൊ ആ നമ്പർ അതിന് തൊട്ട് താഴെയായിട്ട് അതിന്റെ കൂടെ നമ്മൾ ഈ ലെറ്ററോട് കൊടുത്തു കഴിയുമ്പോൾ ഓക്കെ ലെഫ്റ്റ് സൈഡിലുള്ളത്, സെൻട്രലുള്ളത്, റൈറ്റ് സൈഡിലുള്ളത്, അങ്ങനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ചിലപ്പം ചില സ്ഥലത്ത് 2 ഡയറക്ഷൻ കാണും, പക്ഷെ അവിടെയും 3 എണ്ണം വെച്ച് കാണും. ഇപ്പൊ 27ന്റെ തന്നെ ലെഫ്റ്റിലുള്ളതും റൈറ്റിലുള്ളതും സെൻട്രലുള്ളതും കാണും. പിന്നെ 28 ഡിഗ്രിയിൽ ചിലപ്പം ഈ പറയുന്ന സെയിം 3 പാരലെല്ലാം കാണും. അപ്പൊ അത് കാണിക്കാൻ വേണ്ടി LR എന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ LCR LR എന്ന് വെച്ചിട്ടോ അങ്ങനെ പാരലൽ റൺവേസ് എത്ര ഉണ്ട് അതനുസരിച്ച് നമ്മൾ ഈ പറയുന്ന മാർക്കിങ്സ് കൊടുക്കാം. ഓക്കെ. അപ്പം 2 or more പാരലൽ റൺവേസ് ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ് L, റൈറ്റ് അല്ലെങ്കിൽ സെന്റർ LCR യൂസ് ചെയ്യാം. ഓക്കെ. അടുത്തതാണ് ഷോൾഡർ മാർക്കിംഗ്. Okay, shoulders on the edges of a runway and taxiway are paved, but they are not capable of withstanding the aircraft load. Okay, അപ്പം ഈ റൺവേയുടെ ആണെങ്കിലും ടാക്സിവേയുടെ ആണെങ്കിലും എഡ്ജസിൽ ഷോൾഡേഴ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഹൈവേ പഠിച്ചപ്പോൾ പറഞ്ഞില്ലേ 2 അറ്റത്തും ഷോൾഡർ പോർഷൻ ഉണ്ടെന്ന് വെച്ചാൽ അത്
ഈ പറയുന്ന പേയ്മെന്റിന്റെ ഒരു പോർഷൻ ആണെങ്കിൽ പോലും, പക്ഷെ അത് പേയ്ഡ് ആണെങ്കിൽ പോലും ചിലപ്പം ആ ഒരു വണ്ടിയുടെ വെഹിക്കിളിന്റെ ലോഡ് എടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. ആ ടാക്സി നമ്മൾ ഹൈവേ പഠിച്ചപ്പോൾ. അതേപോലെ തന്നെ ഈ പറയുന്ന എയർപോർട്ടിലും റൺവേയുടെ രണ്ടറ്റത്താണെങ്കിലും ടാക്സിവേയുടെ രണ്ടറ്റത്താണെങ്കിലും നമ്മൾ ഒരു ഷോൾഡർ ഏരിയ കൊടുക്കും. അത് പേവ്ഡ് ഏരിയ ആണെങ്കിൽ പോലും, പക്ഷെ അതിന് എയർക്രാഫ്റ്റിന്റെ ഒരു ലോഡ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി കാണത്തില്ല. ഓക്കെ, അങ്ങനത്തെ ഏരിയനാണ് നമ്മൾ ഷോൾഡർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരു പോർഷനാണ് പേവ്ഡ് ബ്ലാസ്റ്റ് പാഡ്. അത് അബൌട്ട് 45 to 60 സെന്റിമീറ്റർ ഇൻ ലെന്ത് ആണ്. പ്രൊവൈഡ് അഡ്ജസ്റ്റന്റ് ടു ദി റൺവേയുടെ എൻഡിലായിട്ട് കൊടുക്കുന്നതാണ്. അങ്ങനെ കൊടുക്കുന്നത് വെച്ചാൽ ഇറോഷൻ അവോയ്ഡ് ചെയ്യാൻ. ഇപ്പൊ ഈ ടേക്ക് ഓഫ് ചെയ്ത് പോകുമ്പോഴേക്കും അത്രയും കൂടെ അവിടെ നിന്ന് സോയിൽ വിട്ടു പോകാതിരിക്കാൻ വേണ്ടി ആ പോർഷനിലും പേവ്ഡ് ആയിട്ട് കൊടുക്കും. ഓക്കെ, മാർക്കിങ്സ് ആർ ഇൻ ദി ഫോം ഓഫ് യെല്ലോ സ്ട്രിപ്സ്. ഈ പറയുന്ന ഷോൾഡർ മാർക്കിങ്സിന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഷോൾഡർ മാർക്കിങ്സ് എപ്പോഴും യെല്ലോ കളറിലായിരിക്കും കൊടുക്കുന്നത്. 90 സെന്റിമീറ്റർ വൈഡ് ആൻഡ് 30 മീറ്റർ അപ്പാർട്ട് ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, ദ മാർക്കിങ്സ് എക്സ്റ്റെൻഡ് അപ് ടു എ മാക്സിമം 1.5 മീറ്റർ ഫ്രം ദി ഔട്ടർ എഡ്ജ് ഓഫ് ദി ഷോൾഡർ എന്ന് വെച്ചാൽ ഞാൻ കാണിക്കാം. ഓക്കെ, ഇതിപ്പം ടാക്സിവേയുടെ അപ്പുറം ഇപ്പുറവും ഞാൻ പറഞ്ഞ ഷോൾഡർ ഉണ്ട്. ഇപ്പം റൺവേ ആണെങ്കിൽ റൺവേയുടെ അപ്പുറം ഇപ്പുറവും ഷോൾഡർ ഉണ്ട്. ഓക്കെ, അവിടെ നമ്മൾ നോക്കിയേ 30 മീറ്റർ മാറി 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 നമ്മൾ ഈ പറയുന്ന യെല്ലോ സ്ട്രിപ്പ് ഓഫ് ലൈൻസ് കൊടുക്കും. ഓക്കെ, അതിന് എന്ന് വെച്ചാൽ അത് ഷോൾഡർ ഏരിയ ആണ് കാണിക്കാൻ വേണ്ടിയാണ് ആ ഒരു മാർക്കിംഗ് കൊടുക്കുന്നത്. പിന്നെ ഔട്ടർ എഡ്ജിൽ നിന്ന് ഒരു 1.5 മീറ്റർ മാറിയിട്ടായിരിക്കും നമ്മൾ ഈ പറയുന്ന മാർക്കിംഗ് കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ കേഴ്സിന്റെ അവിടെ വരുമ്പോഴേക്കും ആ ഒരു ഡിസ്റ്റൻസ് 30 മീറ്റർ എന്നുള്ളത് 15 മീറ്റർ ആയിട്ട് മാറും. ഓക്കെ, അതാണ് ടാക്സിവേയിൽ കൊടുക്കുന്ന ഷോൾഡറിനെ പറ്റി പറയാനുള്ളത്. അത് പിന്നെ ഇത് പെർപെൻഡിക്കുലർ ആയിട്ടാണല്ലോ കൊടുക്കുന്നത്. പക്ഷെ റൺവേയിൽ വരുമ്പോൾ ഇത് ചെറിയൊരു ആംഗിളിലായിരിക്കും കൊടുക്കുന്നത്. ഈ ഡിസ്റ്റൻസ് ഒക്കെ സെയിം തന്നെയാണ്. ഓക്കെ, പിന്നെ ഈ പറഞ്ഞതായിരുന്നു നേരത്തെ പറഞ്ഞ ആ ബ്ലാസ്റ്റ് പാഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ വരുന്ന കയറി പോകുന്ന ഒരു എന്താണ് നമ്മുടെ എയർക്രാഫ്റ്റ് ആണെങ്കിൽ അതിൻ്റെ ആ ഒരു ഇറോഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ബ്ലാസ്റ്റ് പാഡ് കൊടുക്കും. ഓക്കെ, റൺവേ ഷോൾഡേഴ്സ് ആർ മാർക്ഡ് വിത്ത് ഡയഗണൽ ലൈൻസ്. ഞാൻ കാണിച്ചായിരുന്നല്ലോ, ഡയഗണൽ ലൈൻസ് 45 ഡിഗ്രി ആംഗിളായും കൊടുക്കുന്നത്. ടാക്സിവേയുടെ അവിടെ അല്ലെങ്കിൽ ഹോൾഡിംഗ് ആപ്രോണിന്റെ അവിടെ കൊടുക്കുന്ന ഷോൾഡേഴ്സിന് നമ്മൾ അല്ലാതെ പെർപെൻഡിക്കുലർ സ്ട്രിപ്സ് വെച്ചിട്ടായിരിക്കും മാർക്ക് ചെയ്യുന്നത്. ഇതെല്ലാം പക്ഷേ യെല്ലോ കളറിൽ തന്നെ ആയിരിക്കും. ബ്ലാസ്റ്റ് പാഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി റൺവേ ഈസ് മാർക്ഡ് വിത്ത് ചെവ്രോൺ ഓർ വി ഷേപ്ഡ് ലൈൻസ് വെച്ചിട്ടാണ്. ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈസ് ഫ്രം വിച്ച് ദി ടേക്ക് ഓഫ് ടേക്ക് പ്ലേസ്. ആ ഒരു പോർഷനിൽ നിന്നാണ് ടേക്ക് ഓഫ് ആകുന്നത്. ഓക്കെ, അപ്പം ഒരു വി ഷേപ്പ് പോലെയൊക്കെയാണ് ആംഗിൾ കൊടുക്കുന്നത് ഈ ബ്ലാസ്റ്റ് പാഡിൽ. ഓക്കെ, അതായിരുന്നു എന്ത് ഷോൾഡർ മാർക്കിങ്സ്. ഇതാണ് അതിന്റെ റിയൽ ഇമേജ് ആണ്. നോക്കിയേ, ഒരു ആംഗിളിലായിരിക്കും കൊടുക്കുന്നത് റൺവേയിലൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ടാക്സിവേയുടെ വരുമ്പോൾ പെർപെൻഡിക്കുലർ ആയിട്ട് കൊടുക്കും. ഓക്കെ, എന്തായാലും യെല്ലോ കളർ മാർക്കിംഗ് ആണ്. ഈ സൈഡിൽ നിന്ന് ഒരു 1.5 മീറ്റർ മാറ്റിയിട്ടായിരിക്കും ഈ ഒരു മാർക്കിംഗ് കൊടുക്കുന്നത്. അടുത്തതാണ് ടാക്സിവേ മാർക്കിംഗ്. ടാക്സിവേയിൽ കൊടുക്കുന്ന മാർക്കിങ്സിനെ പറ്റി. ഇതും എന്താണ് യെല്ലോ കളറിൽ തന്നെയാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു. സെൻട്രൽ ലൈൻ ഓഫ് ടാക്സിവേ കൺസിസ്റ്റ് ഓഫ് 15 സെന്റിമീറ്റർ വൈഡ് കണ്ടിന്യൂസ് സ്ട്രിപ്പ് ഓഫ് യെല്ലോ കളറാണ്. അറ്റ് ഇന്റർസെക്ഷൻ വിത്ത് റൺവേ ആയിട്ട് ഈ ടാക്സിവേ എന്താണ് ജംഗ്ഷൻ ആകുന്ന സ്ഥലം ഉണ്ടല്ലോ, ഇന്റർസെക്ട് ചെയ്യുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ വെച്ച് സെൻട്രൽ ലൈൻ ഓഫ് ദി ടാക്സിവേ ഈസ് ടെർമിനേറ്റഡ്. അത് അങ്ങ് ടെർമിനേറ്റ് ചെയ്യും. അറ്റ് ദി ടാക്സിവേ ഇന്റർസെക്ഷൻ, ചിലപ്പം പല ടാക്സിവേയും കൂടി ഇന്റർസെക്ഷൻ ആകുന്ന ഏരിയാസ് കാണും. അവിടെ വെച്ച് ഈ സെൻട്രൽ ലൈൻ അങ്ങ് കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും പോകുന്നത്. ഓക്കെ, ഫോർ ടാക്സിവേ ഇന്റർസെക്ഷൻ വേർ ദർ ഈസ് എ നീഡ് ടു ഹോൾഡ് ദി എയർക്രാഫ്റ്റ്. ഇപ്പം ഈ പറയുന്ന ടാക്സിവേയുടെ ഇന്റർസെക്ഷൻ അവിടെ ചിലപ്പം എയർക്രാഫ്റ്റ് കുറച്ച് നേരം ഹോൾഡ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ സ്ഥലത്ത് ഒരു ഡാഷ്ഡ് യെല്ലോ ഹോൾഡിംഗ് ലൈൻ ഇസ് പ്ലേസ് പെർപെൻഡിക്കുലർ ടു ആൻഡ് അക്രോസ് ദി സെൻട്രൽ ലൈൻ ഓഫ് ദി ബോത്ത് ദി ടാക്സിവേയുടെ അപ്പുറമായിട്ട് ഒരു ഹോൾഡിംഗ് ലൈൻ മാർക്കിംഗ് കൊടുക്കും. അപ്പോൾ ആ കണ്ടു കഴിഞ്ഞാൽ കുറച്ചു നേരം എയർക്രാഫ്റ്റ് അവിടെ സ്റ്റോപ്പ് ചെയ്യണം എന്നാണ് അർത്ഥം. ഓക്കെ, എന്നുവെച്ചാൽ ഇതാണ് നമ്മുടെ റൺവേ കാര്യം. അവിടെ ത്രെഷോൾഡ് മാർക്കിങ്ങും പിന്നെ ഡയറക്ഷനൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് വരുന്ന ഒരു ടാക്സിവേയുടെ സെൻട്രൽ ലൈനാണ് നമ്മൾ യെല്ലോ കളർ കൊടുക്കുന്നതല്ലോ. അപ്പം ഇവിടം വരെ ആകുമ്പോഴേക്കും ഇത് റൺവേയുടെ സൈഡ് ആയല്ലോ, പിന്നെ നമ്മൾ അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യും. പിന്നെ പറഞ്ഞത് ഇപ്പം ഇങ്ങനെ വരുന്ന ഒരു എയർക്രാഫ്റ്റിന് പെട്ടെന്നൊന്ന് സ്റ്റോപ്പ് ചെയ്യണമെന്നല്ല, ഈ ഒരു പൊസിഷനിലാകുമ്പോൾ അവരെ ഒന്ന് ഹോൾഡ് ചെയ്യും. അതിനാ ഹോൾഡിംഗ് ലൈൻ എന്ന് പറയുന്നത്. എന്നിട്ട് ഇവിടെ ഓക്കെ ആണെന്നൊക്കെ നോക്കിയിട്ട് മാത്രമേ ഇവർ തിരിച്ചിങ്ങോട്ട് പോകുള്ളൂ. കാരണം ഇവിടെ നിന്ന് ചിലപ്പം വേറൊരു ടാക്സിവേയുടെ ഒരു ഇന്റർസെക്ഷൻ വരുന്നുണ്ടായിരിക്കും. അപ്പം ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വേറെ ഒരു എയർക്രാഫ്റ്റ് വരുന്നില്ല എന്ന് ഉറപ്പാക്കിയിട്ട് മാത്രമേ നമ്മൾ പോകത്തുള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ ഇതെന്ന് വെച്ചിരിക്കുന്നത് ഒരു പല ടാക്സിവേയുടെ ഒരു ഇന്റർസെക്ഷൻ ആണ്. അപ്പം അങ്ങനെ വരുമ്പോൾ അതിനെ സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത് അങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് പൊക്കോളും. ഓക്കെ, ഈ കാണിച്ചിരിക്കുന്നത് ഇതൊക്കെ ഒരു ടാക്സിവേസ് ആണ്. ടാക്സിവേയുടെ സെൻട്രൽ ലൈൻ ആണ് ഈ യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ,
അപ്പോൾ ഈ സെൻട്രൽ ലൈൻ നോക്കിയിട്ടാണ് എപ്പോഴും എന്തെടുക്കുന്നത്, എയർക്രാഫ്റ്റിന്റെ ആ ഒരു നോസ് ഗിയർ സെൻട്രൽ ലൈനിൽ കൂടെ ആയിരിക്കും ഇങ്ങനെ നേരെ നേരെ പോകുന്നത്. കറക്റ്റ്. അപ്പോൾ അതാണ് ഒരു ഗൈഡ് ലൈൻ ആയിട്ട് പോകുന്നത്. ഓക്കെ ഓക്കെ അപ്പം ഇത്രയുമാണ് എന്താണ് എയർപോർട്ട് മാർക്കിങ്സിനെ പറ്റി പറയാനുള്ളത്. ഓക്കെ, ഞാൻ യൂട്യൂബിലൂടെ നോക്കട്ടെ. യൂട്യൂബിൽ നോക്കി നമുക്ക് അല്ലാതെ കുറച്ചും കൂടെ എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ എയർപോർട്ട് മാർക്കിങ്സിനെ പറ്റി കുറേ വീഡിയോസ് കാണാൻ പറ്റും. ഞാൻ അതോട് ചുമ്മാ ഷെയർ ചെയ്യും. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ ഐഡിയ കിട്ടും. ഓക്കെ, ഇതിലെ നിങ്ങൾ ലെക്ചർ നോട്ടായിട്ട് എഴുതേണ്ടത് റൈറ്റ് അബൌട്ട് എനി 3 എയർപോർട്ട് മാർക്കിങ്സ്. ഓക്കെ, ഇപ്പം ഇത്രയും പറഞ്ഞതിൽ ഏതെങ്കിലും 3 എയർപോർട്ട് മാർക്കിങ്സിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. ഓക്കെ, ഞാൻ ആ ക്വസ്റ്റ്യൻ ലിൻ വേസിൽ കൊടുത്തേക്കാം. ഓക്കെ.